ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ മറുചിന്തകൾ മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് കുറച്ചൊന്നുമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണികളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ രാജ്യമാണ് തനിക്ക് രാഷ്ട്രീയത്തെക്കാൾ പ്രഥമ പരിഗണന എന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂരിന്റെ നിലപാടും അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നൽകിയ പൂർണ്ണ പിന്തുണയും കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ് ശീലിച്ചിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ നിന്നു തന്നെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകണമെന്നുള്ള രീതിയിലുള്ള തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തിന് സങ്കല്പിക്കുവാൻ പോലും പറ്റുന്നതിന് അപ്പുറമായിരുന്നു. യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ യുദ്ധം നിർത്തിയതിന്റെ കാരണം അന്വേഷിച്ചിറങ്ങിയ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് വിപരീതമായി വെടിനിർത്തലിന്റെ സമയത്തെയും രീതിയെയും അദ്ദേഹം അനുമോദിച്ചു. തന്റെ വാക്കുകളിൽ ഉടനീളം ദേശീയ താൽപ്പര്യങ്ങൾക്കായി സംസാരിച്ചിരുന്ന തരൂരിന്റെ ശബ്ദം കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ശബ്ദങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കും സ്ട്രാറ്റജികൾക്കും തരൂർ കൈയടിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു. തരൂർ രാഷ്ട്രീയം പറഞ്ഞോ അല്ലെങ്കിൽ BJP-യെയോ മോദിയെയോ പുകഴ്ത്തി പറഞ്ഞോ? ഭാരതത്തിന്റെ സേനയുടെയും നേതൃത്വം സ്വീകരിച്ച നിലപാടുകളെയും ഒപ്പമാണ് അദ്ദേഹം നിലകൊണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അത് അദ്ദേഹം ചെയ്യേണ്ടതുമാണ്. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം മറന്നപ്പോൾ തന്റെ രാഷ്ട്രീയ സഹപ്രവർത്തകർക്ക് ശശി തരൂരിന്റെ വാക്കുകൾ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. തരൂരിൽ നിന്നും മാറി ഇന്നലെ ചിദംബരത്തിന്റെ വകയായിരുന്നു കോൺഗ്രസിന് കൊട്ടുകിട്ടിയത്. ഒരു പ്രസംഗത്തിനിടയിൽ ഇന്ത്യ മുന്നണിയുടെ ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല NDA-യുടെ സംഘടനാ ശക്തിയെയും വളർച്ചയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. BJP-യെ പോലെ ഇത്രയും സംഘടനാ ശക്തിയുള്ള പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയവും അദ്ദേഹം ഉന്നയിച്ചു. രാജ്യം ശത്രുവിനെതിരെ പൊരുതുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പിന്തുണ നൽകാൻ കൂട്ടാക്കാതെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് പോലും ഞെട്ടലുണ്ടാക്കിയ രാജ്യത്തിന്റെ കനത്ത പ്രത്യാക്രമണത്തെ അനുമോദിക്കാതിരുന്ന രാഷ്ട്രീയ മണ്ടത്തരം കാണിച്ച കോൺഗ്രസ് രാജ്യത്ത് ഒറ്റപ്പെടുകയാണ്. ദേശീയത കത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ വിഭിന്നമായതും അടിസ്ഥാനമില്ലാത്തതുമായ കെട്ടുകഥകൾ ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന രാഷ്ട്രീയ ബോധം പോലുമില്ലാത്ത നേതാക്കളാണ് ഇന്ന് അവരെ നയിക്കുന്നത്. എന്തുപറ്റി കോൺഗ്രസിന്? നെഹ്റു കുടുംബത്തിന്റെ അടിമപ്പണിയെടുക്കുവാൻ ജന്മമെടുത്ത അണികളോടാണ് ഈ ചോദ്യം. സർദാർ വല്ലഭായ് പട്ടേലിനെ വോട്ടെടുപ്പിൽ കീഴടക്കാൻ കഴിയാതിരുന്ന നെഹ്റു കുതന്ത്രം കൊണ്ട് പ്രധാനമന്ത്രി പദം തട്ടിയെടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ജനങ്ങളെ കോൺഗ്രസ് പറഞ്ഞു പഠിപ്പിച്ചത് ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്നാണ്. പല തലമുതിർന്ന നേതാക്കന്മാരും ഈ കുടുംബത്തിന്റെ മുൻപിൽ തഴയപ്പെടുകയോ പ്രസ്ഥാനത്തിൽ നിന്നും അകന്നു മാറുകയോ ചെയ്തിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിനെ എതിർത്തവരെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ആ കുടുംബത്തിന്റെ അപ്രമാദിത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ യുദ്ധ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ നൽകിയപ്പോൾ ചിദംബരം അതും കടന്ന് ഇന്ത്യ മുന്നണിയുടെ ദൗർബല്യവും NDA-യുടെ സംഘടനാ പാഠവും വിശദമായി സംസാരിച്ചു. കോൺഗ്രസിലെ ഏകാധിപത്യത്തിനും കുടുംബാധിപത്യത്തിനും വിരാമമിടുന്നത് ഇത്തരം നേതാക്കൾ തന്നെയാകാനാണ് സാധ്യത.